പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ആഘോഷമാക്കുകയാണ് റഷ്യ. ദ്വിദിന സന്ദർശനത്തിനായി ഇന്നലെ വൈകിട്ട് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിലെത്തിയ മോദിയെ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഡെന്നിസ് മാൻഡുറോവ് സ്വീകരിച്ചു. മോസ്കോയിലെ കാൾട്ടൺ ഹോട്ടലിലേക്ക് മോദിക്കൊപ്പം കാറിൽ മാൻഡുറോവ് അനുഗമിച്ചതും അപൂർവതയായി. 10 ഉപപ്രധാനമന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന പദവിയാണ് മാൻഡുറോവിന്റേത്. അടുത്തിടെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ റഷ്യയിലേക്ക് സ്വീകരിച്ചത് മാൻഡുറോവിന് കീഴിലുള്ള താഴ്ന്ന റാങ്കിലെ ഉപപ്രധാനമന്ത്രിയാണ്. ഇതിലൂടെ തങ്ങളുടെ ഏറ്റവും അടുത്ത പങ്കാളിയാണ് ഇന്ത്യ എന്ന സന്ദേശം ഒരിക്കൽ കൂടി റഷ്യ നൽകി. 2019 ശേഷമുള്ള മോദിയുടെ ആദ്യ റഷ്യ സന്ദർശനമാണിത്. കാൾട്ടൺ ഹോട്ടലിൽ മോദിയെ വരവേൽക്കാൻ ഇന്ത്യക്കാരടക്കം നൂറുകണക്കിന് പേർ ഇന്നലെ തടിച്ചുകൂടിയിരുന്നു. വിമാനത്താവളം മുതൽ ഹോട്ടൽ വരെ റോഡിന്റെ ഇരുവശവും അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാൻ ഇന്ത്യക്കാരെത്തി. ജോലി തട്ടിപ്പിനിരയായി നിരവധി ഇന്ത്യക്കാർ റഷ്യയിലെ സൈന്യത്തിൽ നിർബന്ധിത സേവനം ചെയ്യേണ്ടി വന്നിരുന്നു. ഇതിനു പിന്നാലെ റഷ്യയിൽ കുടുങ്ങിയ ഇന്ത്യക്കാരുടെ കുടുംബങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് രംഗത്ത് വന്നു. യാതൊരു പരിശീലനവും നൽകാതെയാണ് ഇവരെ റഷ്യൻ സൈന്യത്തോടൊപ്പം ചേർത്ത് യുക്രൈൻ യുദ്ധമേഖലയിൽ വിന്യസിപ്പിച്ചിരിക്കുന്നത്. റഷ്യൻ പട്ടാളത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യക്കാരെ വിടുതൽ ചെയ്യാൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉത്തരവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ആവശ്യം പരിഗണിച്ചാണ് റഷ്യൻ പ്രസിഡന്റിന്റെ നടപടി. ഇന്നലത്തെ അത്താഴ വിരുന്നിലാണ് മോദി ഇക്കാര്യം അറിയിച്ചതെന്നാണ് സൂചന. ഇന്ത്യക്കാരെ തിരിച്ചു നാട്ടിലെത്തിക്കാനുള്ള നടപടികളും റഷ്യ തന്നെ സ്വീകരിക്കുമെന്ന് മോദിക്ക് പുടിൻ ഉറപ്പു നൽകി. ഉക്രൈനുമായുള്ള റഷ്യയുടെ യുദ്ധത്തിൽ 2 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിരുന്നു. സേനയുടെ ഭാഗമായി നിരവധി പേർ ഇവിടെ അകപ്പെട്ടിട്ടുണ്ട്. ഇവർക്കെല്ലാം ഇനി സുരക്ഷിതമായി നാട്ടിൽ തിരിച്ചെത്താൻ കഴിയും. മറ്റു ജോലികൾക്കെന്ന പേരിൽ കബളിപ്പിച്ചാണ് ഇന്ത്യക്കാരെ അടക്കം ഏജന്റുമാർ യുദ്ധമുഖത്തെത്തിച്ചത്. മോദിക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനായെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു. നരേന്ദ്രമോദി റഷ്യൻ സന്ദർശനം തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നേതൃത്വം നൽകുന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്ക് ശേഷം സുപ്രധാന പ്രഖ്യാപനങ്ങളുണ്ടാകും. മോദിക്കും പുടിനുമിടയിൽ 1 മണിക്കൂർ പ്രത്യേക ചർച്ചയും നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നലെ മോസ്കോവിലെത്തിയ മോദിക്ക് പ്രസിഡന്റ് പുടിൻ അത്താഴ വിരുന്ന് നൽകിയിരുന്നു. റഷ്യയുടെ പരമോന്നത ദേശീയ പുരസ്കാരമായ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ മോദിക്ക് ഇന്ന് സമ്മാനിക്കും. 2019 ഈ ബഹുമതി പ്രഖ്യാപിച്ചത്. വൈകിട്ട് ഓസ്ട്രിയൻ തലസ്ഥാനമായ വിയന്നയിലെത്തുന്ന മോദിക്ക് ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹാമ്മർ അത്താഴ വിരുന്ന് നൽകും. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.